ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DSLR എടുത്ത പോലത്തെ ബോക്കെ എഫക്റ്റ് ഉള്ള ഫോട്ടോസ് നമുക്ക് എങ്ങനെ ഫോണിൽ എടുക്കാമെന്നുള്ളതല്ല ചെയ്തെടുക്കാമെന്നുള്ളതാണ്. കാരണം നമ്മളിത് PicsArt എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ബോക്കെ എഫക്റ്റ് എങ്ങനെ നമുക്ക് ഫോണിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PicsArt ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് PicsArt നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ആദ്യം വരുന്ന ബ്ലാ എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്നു. എന്നിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഫോട്ടോസ് എടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെ നിന്നാണോ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് ബോക്കെ എഫക്റ്റ്, ആ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ വേണ്ടത് അതാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട ഒരു ബോക്കെ എഫക്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 5:4 ലെൻസിൽ ഇടുന്നവരായിരിക്കുമല്ലോ കൂടുതൽ. അപ്പം 5:4 പോർട്രേറ്റിലേക്ക് അത് ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണ്ട രീതിയിൽ അത് ക്രോപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ പിക്കിന് ഏത് രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. നമ്മുടെ ക്രോപ്പിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആഡ് ഫോട്ടോ കൊടുക്കുക. ആഡ് ഫോട്ടോ കൊടുത്തിട്ട് ഏത് പിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടാണോ ഇത് വേണ്ടത് ആ ഫോട്ടോ, ഇതിപ്പം ഞാനൊരു പൂച്ചയുടെയാണ്, ഞാൻ ലൈറ്റ് റൂമിൽ ഓൾറെഡി ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. ഓക്കെ, എവിടെയാണ്? ഓക്കെ, ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കറക്റ്റായിട്ട് ആ 5:4 തന്നെ നമുക്ക് വേണ്ട രീതിയിൽ കൊണ്ടുവെക്കണം. എന്നിട്ട് മുകളിലുള്ള ഇറേസ് ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങൾ കളയാൻ പോകുന്നത്. ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് താഴെ വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി PicsArt കുറേ ഭാഗം സെലക്ട് ചെയ്ത് കളയും. എന്നിട്ട് നമ്മൾ ഇൻവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഭാഗം നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമ്മൾ റീസ്റ്റോർ എടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം ആവശ്യമുള്ള ഭാഗമൊക്കെ ഇറേസ് ചെയ്ത് കളയാം. ഒരു ചെറിയ ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് പിക്ക് സൂം ചെയ്ത് ഓരോ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ ഇറേസ് ചെയ്ത് ആ ഫോർഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ ഇറേസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയം എടുത്ത് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. കാരണം അത്രയും ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. അത്രയും ക്ഷമയോടുകൂടി തന്നെ ഇരുന്ന് ചെയ്താൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. കുറേ ഉണ്ട്, ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് വിടാം. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അതിൻ്റെ ഹാർഡ്നെസ്, ഓപ്പാസിറ്റി ഒക്കെ ബ്രഷിൻ്റെ ഇറേസർ ടൂളിൻ്റെ ആണെങ്കിലും റീസ്റ്റോർ ബട്ടൻ്റെ ആണെങ്കിലും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ ഒരു ബോക്കെ എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ വാട്ടർമാർക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി. അതിലേക്ക് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് എൻ്റെ പേര് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, സെഷനിലെ കൃഷ്ണദാസ് യൂസ് ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അലൈൻ ചെയ്ത് വെക്കുക. ഓൾറെഡി ആ സെൻറ്ററിലുള്ള നീല ലൈൻ എന്ന് പറയുന്നത് കറക്റ്റ് അലൈൻമെൻ്റ് ആണെന്ന് കാണിക്കുന്നതാണ്. അത് നോക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി വാട്ടർമാർക്കല്ലേ, ഫുൾ ബ്രൈറ്റ്നസ് ഇടുന്ന ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഒപ്പാസിറ്റി 68 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് അഡോബ് ലൈറ്റ് റൂമിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, കളർ കറക്ഷനൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഫോണിലെടുത്താണെന്ന് തോന്നുകയില്ല, വേറെ തന്നെ ഒരു ലെവലായിട്ടുണ്ട് പിക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ബൈ.